ലഡാക്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭം, അതിനെ നേരിട്ട രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. ലഡാക്കിന് സംസ്ഥാന പദവിയും 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നതും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. അത് ഒരു ഘട്ടത്തിൽ അക്രമാസക്തമാവുകയും അതിനെതിരെ നടപടി ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. 4 പേരുടെ മരണത്തിൽ കലാശിച്ചു. 100ഓളം പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. വളരെ കലുഷിതമായ ഒരു സാഹചര്യമാണ് ഇന്നലെ ലഡാക്കിൽ ഉടലെടുത്തത്. അതിനുശേഷം കർഫ്യൂ പ്രഖ്യാപിക്കുകയും ഇപ്പോൾ അവിടെ സ്ഥിതി ശാന്തമായി വരികയും ചെയ്യുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും എല്ലാവരോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അത് സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം 2019 കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയത് മുതൽ ഉടലെടുക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ആ നിലയിൽ ആ പ്രശ്നങ്ങൾ അന്ന് തുടങ്ങിയതാണ്. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ 4 വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടിരുന്നത്. ചർച്ച അതുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. എങ്കിൽ പോലും കേന്ദ്രം അതിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ പ്രക്ഷോഭം ഒരു അക്രമ സ്വഭാവം സ്വീകരിക്കുകയും ഈ രീതിയിൽ 4 പേരുടെ മരണത്തിനൊക്കെ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ അവിടെ ഉടലെടുക്കുകയും ചെയ്തത്. അപ്പോൾ രാഷ്ട്രീയമായ ചില ഇടപെടലുകളും പരാമർശങ്ങളും കൂടി എങ്ങനെ ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും 2019 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി മോദി സർക്കാർ ഏകപക്ഷീയമായി എടുത്തു കളഞ്ഞതോടെയാണ് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി മാറിയത്. ഈ തുടക്കകാലത്ത് ഇത്തരമൊരു തീരുമാനം വരുമ്പോൾ അതിനൊപ്പം തന്നെ ആയിരുന്നു ലഡാക്കും അവിടുത്തെ ജനങ്ങളും നിന്നിരുന്നത്. വളരെ വേഗം മോദി സർക്കാരിന്റെ അമിതാധികാര പ്രയോഗം അവർക്ക് മാറി ചിന്തിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ആ നിലപാടുകളിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നത് കണ്ടു തുടങ്ങി. 2014 2019 അവിടെ തെരഞ്ഞെടുപ്പുകളിൽ BJP നേട്ടമുണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം കേന്ദ്രഭരണ പ്രദേശമായി ലഡാക്കിനെ മാറ്റിയതിന് ശേഷം അവർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ വന്നതിനെ തുടർന്ന് BJPയുമായി അവിടെ അകൽച്ച രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു. അല്ലെങ്കിൽ അത് എത്രമാത്രം പ്രധാനമാണ് എന്നത് ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ നൽകിയ സന്ദേശമായിരുന്നു. പക്ഷേ അതിനുശേഷവും ഈ പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേന്ദ്ര സർക്കാർ തയ്യാറായതോടുകൂടിയാണ് പിന്നീട് ഇവർ ലഡാക്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരം കൂടുതൽ ശക്തമാക്കുന്നത്. പ്രക്ഷോഭം കൂടുതൽ ചൂടുപിടിച്ചു. ബുദ്ധമതക്കാരും ഒപ്പം തന്നെ കാർഗിലിലെ മുസ്ലിങ്ങളും ഒരുമിച്ച് ഈ പ്രക്ഷോഭ രംഗത്തേക്ക് വരുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. സംസ്ഥാന പദവി അടക്കം അവർ പ്രധാനമായും ഉന്നയിച്ചത് 4 ആവശ്യങ്ങളാണ്. ലേ അപെക്സ് ബോഡി, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ്. സെപ്റ്റംബർ 10 മുതൽ ഈ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നിരാഹാര സമരത്തിലേക്ക് കൂടി എത്തുന്നു. കേന്ദ്രം വേഗത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നതായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യം. ഈ ഒരു പ്രശ്നം അതിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ വേഗത്തിലുള്ള ഇടപെടൽ ആവശ്യപ്പെടുമ്പോൾ പോലും വളരെ കഴിഞ്ഞ് ഒക്ടോബർ 6 എന്നതിനും ഒരു ചർച്ചയാകാം എന്ന ഒരു നീക്കമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് ഈ സമരക്കാരെ വളരെയധികം നിരാശരാക്കി. അത് ഈ അക്രമത്തിലേക്കൊക്കെ നയിക്കുന്ന സാഹചര്യമുണ്ടായി എന്നതാണ് അവർ തന്നെ വിശദീകരിക്കുന്നത്. എന്തായാലും സോനം വാങ്ചുക് കഴിഞ്ഞ 14 ദിവസമായി നിരാഹാര സമരത്തിലായിരുന്നു. ഈ സമരത്തിന് പിന്തുണയേകാനാണ് യുവജനങ്ങൾ തെരുവിലിറങ്ങിയത്. അതിന് പിന്നാലെയാണ് ഈ അനിഷ്ട സംഭവങ്ങൾ അവിടെ നടക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണ് ഇപ്പോൾ ഉടലെടുക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇതിൻ്റെ പഴി ഈ പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചുങ്ങിന് മേൽ നൽകുകയാണ്. കാരണം ഈ പ്രക്ഷോഭകരെ ഇളക്കി വിടുന്ന തരത്തിൽ പരാമർശങ്ങൾ സോനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം കോൺഗ്രസിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്.
ഈ ചർച്ചയ്ക്കുള്ള തീയതി കേന്ദ്രം അറിയിച്ചിട്ടും സമരം പിൻവലിക്കാൻ തയ്യാറായില്ല സോനം എന്നതാണ് പ്രധാനമായ അവരുടെ വിമർശനമായി വരുന്നത്. പ്രകോപനം തുടരുകയായിരുന്നു. അറബ് വസന്തത്തിന്റെ ശൈലിയിലുള്ള പ്രതിഷേധത്തെക്കുറിച്ച് ഈ പ്രതിഷേധക്കാരെ ഉദ്ബോധിപ്പിച്ചു. ഒപ്പം തന്നെ നമ്മൾ കണ്ടതാണ് നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവരോട് പറഞ്ഞ് അവരെ ഇളക്കി വിട്ടത് സോനമാണ് എന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ വിമർശനം ഉന്നയിക്കുന്നത്. ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും സമാന സാഹചര്യം നമ്മുടെ രാജ്യത്തും സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നു എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ വിമർശനം. ഇതുമായി ബന്ധപ്പെട്ട് ആക്രമണത്തിന് പ്രേരണ നൽകിയത് കോൺഗ്രസ് കൗൺസിലർ സ്റ്റാൻസിൻ സെബാങ് ആണ് എന്നും BJP ആരോപണം ഉന്നയിച്ചു. അപ്പോൾ ഇതാണ് BJP ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ന്യായീകരണങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ BJP നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ചതും പ്രാദേശിക യുവാക്കൾക്കിടയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളുമാണ് പക്ഷേ ഇതിന്റെ അടിസ്ഥാന കാരണം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ വിമർശനങ്ങൾക്ക് പിന്നാലെ പരിസ്ഥിതി പ്രവർത്തകനായ സോനം പറയുന്നത്. കേന്ദ്ര സർക്കാർ യുവാക്കൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ചതോടുകൂടി തൊഴിലില്ലായ്മ രൂക്ഷമായി, അത് അവരുടെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിച്ചു. അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിലേക്ക് നയിച്ചതെന്നാണ് വാങ്ചുക് പറയുന്നത്. എന്തായാലും ജൻസി പ്രക്ഷോഭവുമായി ബന്ധപ്പെടുത്തിയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ പോലും വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. കോൺഗ്രസിന്റെ ഇടപെടൽ സംശയിക്കുന്നു. അങ്ങനെ ഈ പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്ത് എന്നതിലേക്ക് ചോദ്യങ്ങൾ ഉയർത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. പക്ഷേ അതിനെ പ്രതിരോധിക്കാനാണ് ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നത്. അടിസ്ഥാന പ്രശ്നങ്ങളിലേക്കാണ് ശ്രദ്ധ ക്ഷണിച്ചതെന്ന് പറയുന്നു. ഒമർ അബ്ദുള്ള ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അവിടുത്തെ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. കലാപത്തിനെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നതിനെതിരെ CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മളുടെ ഒരു അതിർത്തി പ്രദേശമാണ്. നമുക്കറിയാം മണിപ്പൂരിലെ സാഹചര്യം സമാനമായ നിലയിൽ ലഡാക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നത് നമ്മുടെ തന്ത്രപ്രധാനമായ ഒരു അതിർത്തി മേഖലയാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. യുവാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് എന്നതാണ് അവിടുത്തെ സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ, അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയുമാണ് ചെയ്യേണ്ടത്. അത് അധികാരികൾ ആ നിലയിലേക്ക് എത്തുമെന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒക്ടോബർ 6-ന് കൂടിക്കാഴ്ച അല്ലെങ്കിൽ സംസാരിക്കാം ഈ കാര്യങ്ങൾ എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷേ നേരത്തെ ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതയുണ്ട് എങ്കിൽ അത് തേടുകയാണ് ചെയ്യേണ്ടത്.